ബാറ്റ് ഇയേഴ്സ് അതോ ആനച്ചെവി, ഇതൊരു വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്ത് തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ സ്കൂളിലെ ചില പിള്ളേർക്ക് ഈ ഒരു ബുദ്ധിമുട്ട്, ഈ ചെവികൾ കുറച്ചിങ്ങനെ പ്രോമിനൻ്റ് ആയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കുറേ പേരോട് ടീസ് ചെയ്തിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്. ഈ ഒരു ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഉണ്ടാകുന്നൊരു ഇമോഷണൽ ഡിസ്ട്രെസ് അത് അത്രയും സിമ്പിൾ അല്ല. അത് ഒരുപാട് പേർക്ക് അത് അവരുടെ കോൺഫിഡൻസ് അവരെ ഉണ്ടാവില്ല ഈ ഒരു പ്രശ്നം കാരണം. ആ സമയത്ത് ഇതിനൊരു ചികിത്സ ഉണ്ടെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഈ ഒരാൾക്ക് ആനച്ചെവി ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ സിമ്പിളായിട്ട് സർജറിയിലൂടെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മൾ ഇയർ പിന്നിങ് സർജറി എന്ന് പറയാം. ഈ സർജറി നമ്മൾ ധരിപ്പിച്ച്, അതായത് ലോക്കൽ അനസ്തീഷ്യ കൊടുത്ത് നമ്മൾ ചെവിയുടെ പുറകിൽ കാണാത്ത സ്ഥലത്തൊരു കട്ട് കൊടുത്ത് ആ ചെവി നമ്മൾ പുറകിലേക്ക് ആക്കി നോർമൽ പൊസിഷനിലേക്ക് നമ്മൾ കൊണ്ടുവരിക ചെയ്യുക. ഈ സർജറി ഡേ കെയർ സർജറിയാണ്, അതായത് അഡ്മിഷൻ ആവശ്യമില്ല. രാവിലെ വന്ന് വൈകുന്നേരം വീട്ടിൽ പോകാം. റിസൾട്ട്സ് ഉടനെ നമുക്ക് ഓൺ ടേബിൾ കാണാൻ പറ്റും. സർജറി കഴിഞ്ഞാൽ കുറച്ച് നീരുണ്ടാവും. 2-3 വീക്സ് ആകുമ്പോഴത്തേക്കും ആ ചെവി നോർമൽ പൊസിഷനിലേക്ക് എത്തി വെഡിറ്റബിൾ റിസൾട്ട് കിട്ടുന്ന സർജറിയാണ് ഇയർ പിന്നിങ് സർജറി.